സാധാരണ നടുവേദന അല്ലെങ്കിൽ കോക്സിഡേനിയ നമ്മളിരിക്കുന്ന ഭാഗത്തുള്ള വേദന അതൊക്കെ നമ്മൾ പലപ്പോഴും നിസ്സാരമായിട്ട് കണക്കാക്കാറുണ്ട്. അല്ലെങ്കിൽ ആരെങ്കിലും ഇത് കാണിച്ചാലും അതിന് വേണ്ടത്ര അറ്റൻഷൻ കിട്ടാതെ വരാം. ഇപ്പോൾ 100 പേരിൽ ചിലപ്പോൾ ഒരാൾക്കായിരിക്കും കാര്യമായൊരു പ്രശ്നം ഉണ്ടാവുക. പലപ്പോഴും ഇത് ഒരു നിരുപദ്രവകാരിയായ ഒരു വേദനയാവാം. എന്നാൽ നട്ടലിനുണ്ടാകുന്ന നട്ടലിൽ അല്ലെങ്കിൽ നടുവിനോ കഴുത്തിനോ ഉണ്ടാകുന്ന വേദന മറ്റ് ആന്തരിക അവയവങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നം കൊണ്ട് ഇങ്ങോട്ട് റെഫേർഡ് പെയിൻ എന്ന് പറയും. ഇപ്പോൾ ലിവറിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ആബ്സസ് ഉണ്ടെങ്കിൽ അത് വലത് തോളിൻ്റെ ടിപ്പിൽ പെയിൻ ഉണ്ടാവാം. അതുപോലെ തന്നെ പാൻക്രിയാസിന് പ്രശ്നമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹാർട്ടിന് പ്രശ്നമുണ്ടെങ്കിൽ അയോർട്ടിക് അന്യൂറിസമോ അങ്ങനെയുള്ള പല കാര്യങ്ങൾ കൊണ്ടും ബാക്ക് പെയിനായിട്ട് റെഫേർഡ് പെയിനായിട്ട് വരാം ബാക്ക് പെയിൻ. അതുപോലെ ഹാർട്ട് അറ്റാക്ക് വന്നാൽ ഉണ്ടാവാം, അല്ലെങ്കിൽ അന്യൂറിസത്തിൻ്റെ പ്രശ്നം കൊണ്ട് വരാം. ഇതൊക്കെ ഒരു ഓർഗൻ സിസ്റ്റത്തിൽ നിന്ന് റെഫേർഡ് പെയിനായിട്ട് നടുവിലേക്കോ അല്ലെങ്കിൽ കഴുത്തിലേക്കോ ഒക്കെ അല്ലെങ്കിൽ തോൾപ്പലയ്ക്കിടയ്ക്കൊക്കെ വ്യാപിക്കാം. പിന്നെ ചില സമയങ്ങളിൽ നമ്മുടെ തൊറക്കോ ലംബാർ ജംഗ്ഷൻ നടുവിൻ്റെയും തൊറാസിക് സ്പൈനും കൂടെ ചേരുന്ന ഭാഗത്ത് അവിടെയുള്ള മുഴകൾ അല്ലെങ്കിൽ ആ ഭാഗങ്ങളിലുള്ള പലപ്പോഴും മുഴകൾ അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ഇതൊക്കെ ഈ കോക്സിസിൻ്റെ ടിപ്പിലേക്ക് റെഫേർഡ് പെയിനായിട്ട് വരാറുണ്ട്. പലപ്പോഴും നമ്മൾ നിസ്സാരമായി തള്ളിക്കളയുമെങ്കിലും അതിലേറ്റവും നല്ലത് ഇപ്പോൾ ഒരു സിവിയർ പെയിൻ, അത് കാര്യമായ വേദനയുണ്ട്, അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിൽ സാധാ ഒരു കോഴ്സ് മരുന്ന് കഴിച്ചിട്ടും കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് എത്രയും പെട്ടെന്ന് അത് വേണ്ട പരിശോധനകൾ എക്സ്റേ, MRI തുടങ്ങിയ പരിശോധന നടത്തുകയാണ്. പലപ്പോഴും നമ്മൾ ഈ പരിശോധനകൾ നടത്തുന്നതിൽ നിന്ന് ഒഴിഞ്ഞു മാറാറാണ് പതിവ്. ഇപ്പോൾ എക്സ്റേ എടുക്കുന്നതിനോ CT എടുക്കുന്നതിനോ നമുക്ക് റേഡിയേഷനുണ്ട്. പക്ഷേ MRI വളരെ സേഫായിട്ടുള്ള ഇതുവരെ പ്രത്യേകിച്ച് MRI എടുക്കുന്നതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുള്ളതായി കണ്ടുപിടിച്ചിട്ടില്ല. എന്നാലും ഫസ്റ്റ് ട്രൈമസ്റ്റർ പ്രഗ്നൻസിയിൽ മാത്രമാണ് MRI അവോയ്ഡ് ചെയ്യാറുള്ളത്. ബാക്കിയുള്ള സമയത്തൊക്കെ നമുക്ക് MRI ചെയ്യാം. അപ്പോൾ എന്തെങ്കിലും നട്ടലിനകത്തുള്ള സുഷുമ്നയ്ക്കകത്തുള്ള മുഴകളോ അല്ലെങ്കിൽ ഇൻഫെക്ഷനോ തുടങ്ങിയ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് MRI ചെയ്ത് കണ്ടുപിടിക്കാവുന്നതാണ്. അതിനാൽ എന്തെങ്കിലും മാറാത്ത വേദനയുണ്ടെങ്കിൽ എത്രയും ചെറിയ കോഴ്സ് മരുന്നോ അല്ലെങ്കിൽ അതിനുള്ള ചികിത്സയോ ചെയ്തിട്ട് മാറുന്നില്ലെങ്കിൽ അത് പരിശോധനകൾ ചെയ്ത് ഒന്നുമില്ലെന്ന് ഉറപ്പാക്കുന്നതാണ് നല്ലത്. കാരണം നമ്മളത് വെച്ചുകൊണ്ടിരുന്നാൽ പിന്നീട് അസുഖം ഡിറ്റക്റ്റ് ചെയ്താൽ ആ ചികിത്സിക്കാനുള്ള പ്രഷ്യസ് ടൈം നഷ്ടപ്പെടും. മാത്രമല്ല ഇപ്പോൾ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ നമുക്കത് പ്രശ്നങ്ങളില്ലയെന്ന് മനസ്സിലാക്കാൻ സാധിച്ചാൽ പിന്നെ നമുക്ക് അത്ര അർഹിക്കുന്ന ഇമ്പോർട്ടൻസ് കൊടുത്താൽ മതി. ചിലവും കുറവാണ്, നമ്മുടെ സഫറിങ്ങും കുറവായിരിക്കും.